ഞാൻ നേരത്തെ കോട്ടയത്ത് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കൃത്യം ഓഫീസ് ടൈമിന് പോകുന്നൊരു ബസ്സുണ്ട്. LS ആണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ജോലിക്കാരൊക്കെ അതിൻ്റെ അകത്ത് പോണത്. അവർ മാത്രമല്ല, പ്രൈവറ്റ് ജോലിക്കാരും പോകാറുണ്ട് അതിനകത്ത്. എല്ലാവരും നല്ല കൂട്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ ഉണ്ട്. പുള്ളിക്കാരൻ നല്ല കമ്പനിയാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ വർഷങ്ങളായിട്ട്. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം പുള്ളി വിളിക്കാറുണ്ട്. പുള്ളി എന്നെ വിളിക്കാറുണ്ട്. ഇപ്പോൾ ലേറ്റ് ആകുമ്പോഴൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കാറുണ്ട്, ബസ് എത്തിയാന്ന് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവർ വർഷങ്ങളായിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ശമ്പളം കൂട്ടാൻ വേണ്ടി ഇവർ റിക്വസ്റ്റ് ചെയ്തു. കാരണം കണ്ടിന്യൂസ് വർക്ക് ചെയ്യല്ലേ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിലൊരു ഇത് കാണാത്തപ്പോൾ സമരമായി. ഫലം കാണുന്നില്ല. സമരമായപ്പോൾ ഇവരുടെ ഓണർ എന്ത് ചെയ്തു, അതങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഇവരെല്ലാം ജോലി ചെയ്തായിപ്പോയി. അതുമാത്രമല്ല, ഇവരുടെ പ്രൊഫൈലെല്ലാം ഇതുപോലെ സ്ഥാപനങ്ങൾക്ക് അയച്ചു കൊടുത്ത് ഇവന്മാരെ ജോലിക്ക് കയറ്റരുത്, ഇവന്മാരെ സമരം ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞിട്ട് ജോലിക്ക് കയറ്റരുതെന്ന് ഇങ്ങനെ അയച്ചു കൊടുത്തു. അപ്പോൾ ഇവരുടെ കാരണം മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ വരുമാനമൊന്നുമില്ല, ഈ ഫീൽഡിലെ പരിചയമുള്ളൂ, തന്നെ ഏജും ഇത്തിരി ലിമിറ്റായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. പതുക്കെ പതുക്കെ പുള്ളി വിളിക്കാതെ, കാരണം നമ്മളെ പൈസനെ പുള്ളി ബുദ്ധിമുട്ടായി. ഇവർ കാണിച്ച അബദ്ധമായിപ്പോയെന്ന് അവർക്കറിയാൻ പറ്റില്ല. കാരണം ഒരു ഇതുമില്ല, കുറേ അലഞ്ഞിട്ടാണ് ജോലി കിട്ടിയത്. ഒരു ജോലി ഒരു മുതലാളി മാത്രം ജോലി കൊടുത്തു. പുള്ളി അതൊന്നും നോക്കിയില്ല. പുള്ളി കഷ്ടപ്പെട്ട വന്ന ആളായിരുന്നു. പുള്ളി അതൊന്നും നോക്കിയില്ല, അവർ ജോലി കൊടുത്തു. ബാക്കി എല്ലായിടത്തും ചെല്ലുമ്പോഴും ചോദിക്കുക, നിങ്ങൾ സമരം ചെയ്യാറില്ലേ എന്ന് ചോദിക്കുമായിരുന്നു അവിടെ ചെന്നാൽ. അങ്ങനെ ജോലി കിട്ടിയപ്പോൾ എന്നോട് ജോലി കിട്ടുമ്പോൾ ചെന്നായിരുന്നു. അപ്പോൾ ഈ പണി കൊടുത്ത മുതലാളിക്കൊരു പണി കിട്ടി. കാരണം അവരുടെ സ്ഥാപനത്തിന് കടങ്ങൾ പിന്നെ ആയപ്പോൾ തുടങ്ങി. കടങ്ങൾ കൂടിക്കണക്കിന് കടങ്ങളായി. അങ്ങനെ സ്ഥാപനം കൂട്ടേണ്ടി വന്നു. അപ്പോൾ നമ്മൾ മനപ്പുറം ആരെയും ദ്രോഹിക്കാൻ പോകരുത്. തിരിച്ചടി എപ്പോഴും അതിനും ഉണ്ടാവും.